കല്യാണം, വീട്ടിലെ ആദ്യത്തെ കല്യാണം. നമുക്ക് മുന്നേ കല്യാണം നടത്തുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളിലൊക്കെ മണ്ടത്തരം പറ്റും. എന്നാൽ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനും പറ്റും. എന്ത് ചെയ്യണമെന്നും എന്തൊക്കെ വേണമെന്നും എന്ത് ചെയ്യണ്ടായിരുന്നു എന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ ചേച്ചിയുടെയാണ് കല്യാണം. ഓൾറെഡി എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഞാൻ എൻ്റെ വീട്ടിലെ ഇളയ സന്താനമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിന് വലിയ വിലയിലായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ ചേച്ചി നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാനും അച്ഛനോടെയാണ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഞാനാണ് ഇപ്പോൾ എടുത്തത്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ. പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? നമുക്കൊരു വെഡിങ് കാർഡ് കിട്ടിയിട്ട് ഏകദേശം 1 മന്തോളമായി. കർക്കിടക മാസത്തിൽ കല്യാണം വിളിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഇത് ഷെൽഫിൽ തന്നെ വെച്ചേക്കായിരുന്നു. ഇനിയിപ്പോൾ 1-ാം തീയതി അമ്പലത്തിൽ കൊണ്ടുവച്ച് പൂജിക്കാന്ന് വെച്ചിട്ട് എടുത്തപ്പോഴാണ് കാണുന്നത് കവർ ഒരിടത്ത് കാർഡ് ഒരിടത്തായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അത് നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. പിന്നെ രാവിലെ അമ്പലത്തിൽ പോകേണ്ട ധൃതിക്ക് തൽക്കാലത്തേക്കുള്ളത് മാത്രം എടുത്ത് അതിനകത്ത് കയറ്റി വെച്ചിട്ട് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പം അത് സോർട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. പെൺവീട്ടുകാരായതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കാണ്. പക്ഷെ ഒരു കല്യാണത്തിൽ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത്രയൊക്കെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യം. നമ്മളിപ്പം ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ ഏൽപ്പിച്ചാൽ പോലും നമ്മളത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അത് അവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നതാണ് ഒരു കല്യാണം എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ഈ കാർഡ് സോർട്ട് ചെയ്യുന്നതാണ്. ഇത്രയും എൻ്റെ ഒരു ദിവസമാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നെ അൺഎംപ്ലോയിഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ആൾക്കൊന്നു വെച്ച് എന്റെ വക ഓണാശംസ.